മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കത്തോലിക്ക സഭയിൽ ബിഷപ്പുമാരെ നമ്മൾ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. ചില സഭാ സമൂഹങ്ങൾ നമ്മൾ അങ്ങനെ ബിഷപ്പിനെ പിതാവ് എന്ന് വിളിക്കുന്നത് ദൈവവചനപ്രകാരം തെറ്റാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവർ അതിനു പറയുന്ന പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 9-ാം വാക്യമാണ്. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന ഈ വചനം അവർ കോട്ട് ചെയ്തിട്ട് അവർ പറയുന്നു, നിങ്ങൾ ബിഷപ്പ്മാരെ പിതാവ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന്. എന്നാൽ ഇതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ്? ഭൗമികമായോ ആത്മീയമായോ ഉള്ള ബഹുമാന സൂചകമായ വിളികൾ പാടില്ല എന്നല്ല, മറിച്ച് എല്ലാ അധികാരത്തിൻ്റെയും ഉറവിടം ദൈവമാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആത്മീയമായ ഒരു നേതൃത്വമാണ് ഒരു ബിഷപ്പ് ഒരു രൂപതയ്ക്ക് നൽകുന്നത്. ഒരു കുടുംബത്തിൽ പിതാവ് നൽകുന്ന സംരക്ഷണവും മാർഗനിർദ്ദേശവും പോലെ ഒരു രൂപതയിലെ വിശ്വാസികൾക്ക് ആത്മീയമായി വഴി നടത്തുന്ന ഒരു വ്യക്തിയാണ് ബിഷപ്പ്. വിശ്വാസികളെ ദൈവവഴിയിൽ നയിക്കുവാൻ ഒരു ആത്മീയ പിതാവിൻ്റെ ഒരു റോള് ബിഷപ്പ് ഏറ്റെടുക്കുകയാണ്. വിശ്വാസം പ്രസംഗിക്കാൻ, വിശ്വാസം കാണിച്ചു കൊടുക്കാൻ, ആത്മീയമായി തൻ്റെ രൂപത മക്കൾ വിശ്വാസത്തിൽ വളരുവാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന ഒരു ആത്മീയമായ പിതാവ്. ആ ആത്മീയമായ പിതാവിൻ്റെ സ്ഥാനത്ത് ബിഷപ്പിനെ നമ്മൾ കാണുന്നത് കൊണ്ടാണ് പിതാവേ എന്ന് നമ്മൾ ബിഷപ്പിനെ വിളിക്കുന്നത്. വിശുദ്ധ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ പൗലോസ് അപ്പോസ്തലൻ താൻ സുവിശേഷം വഴി ജന്മം നൽകിയ വിശ്വാസികൾ തൻ്റെ മക്കളാണെന്നും താൻ അവർക്ക് പിതാവാണെന്നും അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൽ സുവിശേഷം വഴി ഞാൻ നിങ്ങളെ ജനിപ്പിച്ചുവെന്ന ആത്മീയമായൊരു പിതാവിൻ്റെ സ്ഥാനം പൗലോസ് ഇവിടെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായ ബിഷപ്പുമാരെ വിശ്വാസികൾ പിതാവായിട്ട്, ആത്മീയ പിതാവായിട്ട് ആദരിക്കുന്നു. ആദിമ സഭ മുതൽ സഭയിലെ പ്രധാനികളെയും ആത്മീയമായ ഗുരുക്കന്മാരെയും അബ്ബ, പിതാവേ എന്ന് വിളിക്കുന്ന പതിവ് ആദിമസഭ മുതൽ ഉണ്ട്. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവമാണ് നമ്മുടെ പിതാവെങ്കിലും നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടെന്നും അവരെ ബഹുമാനിക്കണമെന്നും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഫിലെമോൻ എഴുതിയ ഒരു അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, താൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവസരത്തിൽ ഒനോസിമോസിന് താൻ പിതാവായിരുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ആത്മീയമായിട്ട് യേശുവിലേക്ക് താൻ കൊണ്ടുവന്നിരിക്കുന്ന, ആത്മീയമായി താൻ വളർത്തുന്ന മക്കൾക്ക് തൻ്റെ മാർഗനിർദ്ദേശങ്ങളിലൂടെ, തൻ്റെ ലേഖനങ്ങളിലൂടെ, തൻ്റെ പ്രസംഗങ്ങളിലൂടെ അവർക്ക് താൻ പിതാവായിരിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആധ്യാത്മികമായി ജനിപ്പിക്കുന്നവരെ, വിശ്വാസത്തിൽ നമ്മൾ വളർത്തുന്നവരെ, ഒരു രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് തൻ്റെ ദൈവജനത്തെ വിശ്വാസം പ്രഘോഷിക്കുകയും യേശുവാണ് ഏക രക്ഷകനെന്നും ആകാശത്തിന് ഭൂമി മനുഷ്യടയിൽ
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന ആ വലിയ സുവിശേഷ സത്യം തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ബിഷപ്പ്. ആ ഒരു ആത്മീയമായ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ബിഷപ്പിനെ പിതാവേ എന്ന് വിളിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.